ഷിജ, ഏതായാലും പൊതുചർച്ച ബജറ്റിന്മേൽ ഉള്ളത് നിയമസഭയിൽ തുടരുകയാണ്. ഏറ്റവും വിചിത്രമായ കാര്യമെന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സമരമുണ്ട്. പക്ഷേ ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ തയ്യാറായില്ല. ചർച്ച വേണ്ട, പക്ഷേ സമരം ചെയ്യാം. ചർച്ചയെ ഭയമാണല്ലേ ഷിജ? ഇന്ന് സഭയിൽ അവർ ഏത് വിഷയമായിരിക്കും അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്? എന്തെങ്കിലും ആലോചനകൾ ഇപ്പോൾ UDF ക്യാമ്പിൽ നടക്കുന്നുണ്ടോ? മനു, ഏതായാലും ഇപ്പോഴും അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപ് വരെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഇതുവരെ ഏതായാലും അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അവസാന ഘട്ടത്തിൽ 8 മണിക്ക് മുൻപാണ്, 8 മണി വരെയുള്ളൊരു സമയമുണ്ട്. പക്ഷേ ഇതുവരെയായി അവർ അടിയന്തര പ്രമേയത്തിന് ഇന്ന് പ്രത്യേകിച്ച് ഒരു വിഷയത്തിലും നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ 2 ദിവസം സഭയ്ക്ക് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നറിയാവുന്ന 2 വിഷയങ്ങൾ കൊണ്ടുവന്നു. മറ്റൊരു ദിവസം കൊണ്ടുവന്ന വിഷയമാകട്ടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്ന വിഷയം. അതിലാകട്ടെ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. മറ്റൊന്ന്, മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഇതുവരെയായി അവർ നോട്ടീസ് നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതിൽ നോട്ടീസ് നൽകിയാൽ വലിയ തോതിൽ അവർ തിരിച്ചടി നേരിടും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തെ അലട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സഭാ കവാടത്തിൽ 2 പ്രതിപക്ഷ MLA-മാരുടെ സത്യാഗ്രഹം എന്നതിലേക്ക് മാത്രം ആ വിഷയത്തിൽ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും ഇന്നിപ്പോൾ സഭ അല്പസമയത്തിനകം തന്നെ 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ചോദ്യോത്തരവേളയോടുകൂടി ആരംഭിക്കും. ഏത് രീതിയിലായിരിക്കും സഭയിൽ ഇനിയിപ്പോൾ സഭ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. പക്ഷേ അതെങ്ങനെ എന്ന് അറിയാതെ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചേർക്കാനുള്ളത്. അതായത് സഭയിൽ ശബരിമല വിഷയം ചർച്ചയ്ക്കെടുത്താൽ സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ ചർച്ചാ വിഷയമാകും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ആഘാതം ചെറുതല്ല എന്ന് പ്രതിപക്ഷത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ അവർ ചർച്ചയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ സമരം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ചർച്ചയ്ക്കാരും വരത്തില്ല, ചോദിക്കാനും വരത്തില്ല. മാധ്യമങ്ങളുടെ മുൻപിൽ പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും നമ്മളല്ലാതെ മറ്റാരും തിരിച്ചു ചോദിക്കുകയുമില്ല. ആ ഒരു വിശ്വാസമല്ലേ പ്രതിപക്ഷത്തിനെ നയിക്കുന്നത്? തീർച്ചയായും അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം സ്വാഭാവികമായും ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിലൊരു ചർച്ച വന്നാൽ സ്വാഭാവികമായും ഭരണപക്ഷത്ത് നിന്നുള്ളവർ ഒന്നടങ്കം സോണിയാഗാന്ധിക്കൊപ്പം ഈ പ്രതികൾ നിൽക്കുന്ന ചിത്രം അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അടൂർ പ്രകാശുമായി അടുത്ത ബന്ധം, ഈ കേസിലെ മുഖ്യപ്രതിക്കുള്ള കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സഭയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇതിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം സംസ്ഥാന നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായി സോണിയാഗാന്ധിയുടെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചു ഇടുന്നു എന്നുള്ള തരത്തിലൊക്കെ അതിൽ കടുത്ത വിയോജിപ്പ്, അതൃപ്തിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ ഏതായാലും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയും ദിവസത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ആ വിഷയം അല്ലാതെ മറ്റെന്ത് വിഷയം സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും? അത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്നുകൊണ്ട് അതും വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് ഈ നോട്ടീസ് നൽകാനായി പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും നമുക്ക് പറയാൻ സാധിക്കുക. മനു.